വേണ്ട, ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഈ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ആ വീഡിയോയിൽ വെച്ചിരുന്നത്. അതായത് ബിജിലാൽ എന്നെ കൊണ്ട് പറയിച്ചതാണെന്നാണ് ഈ അമ്മച്ചി പറഞ്ഞത്. ആദ്യം ഈ അമ്മച്ചി പറഞ്ഞത് എന്താണ്? എനിക്ക് മരുന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറഞ്ഞത്. അതിനെ എടുത്ത് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ അങ്ങ് വൈറലാക്കി. എന്തായാലും ഇങ്ങനെ ഫേക്ക് ന്യൂസുകൾ വൈറലാക്കാൻ വേണ്ടി ഇവരെ കഴിഞ്ഞ വേറെ ആൾക്കാരില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മച്ചി തന്നെ വന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് ബിജിലാൽ പറയിച്ചതാണെന്ന്. ഉടനെ ആ കാര്യം എടുത്ത് നമ്മളൊരു വാർത്ത ചെയ്തപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ വന്ന് പറഞ്ഞു, അമ്മച്ചിയുടെ മൂന്നാമത്തെ വീഡിയോ വന്നിട്ടുണ്ട്, നീ പോയി കണ്ടോടാ എന്നിട്ട് വന്ന് പറയടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാവരുടെയും തള്ളിക്കയറ്റം. എന്തായാലും അമ്മച്ചി പറഞ്ഞു എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് ഇവരേറ്റവും കൂടുതൽ എടുത്ത് കട്ട് ചെയ്ത് ഈ എല്ലാവരിലേക്കും എത്തിക്കുന്ന ആ ഒരു വീഡിയോ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് കേട്ട് കഴിയുമ്പോൾ നമുക്കായാലും ഒരു സംശയം തോന്നുവന്നേ. ആ രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടേ. ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്ന്, എൻ്റെ മോക്കും പഞ്ചായത്ത് ജോലിയാണ്. അപ്പോൾ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ എന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട. ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് പറയുന്നത്? പഞ്ചായത്തിലാണ് മകൾ ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തതെന്ന്. ഉടനെ മകള് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഈ അമ്മച്ചിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെച്ച് കാച്ചുന്നത്. എല്ലാവരിലേക്കും അങ്ങ് പ്രചരിപ്പിക്കുകയാണ് കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം. കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളെ കഴിഞ്ഞും വേറെ മക്കളില്ല എൻ്റെ പൊന്നും മക്കളെ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. അത് ഏതാണ്, ഇടതുപക്ഷമായാലും ഭരണപക്ഷമായാലും ആരായാലും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ നമ്മൾ സമ്മതിക്കൂല. ഓക്കെ, നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് മെഴുകിയോണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ അമ്മച്ചി പറഞ്ഞത്, ഏത് ചോദ്യത്തിനാണ് ഈ അമ്മച്ചി ഉത്തരം പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കേട്ടു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ചോദ്യം എന്താണെന്നും അവരെ എന്തിനുമായിട്ടാണ് കമ്പയർ ചെയ്തത് എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടു നോക്ക്. ആരാ ഞങ്ങൾക്ക് ചോറ് ഞങ്ങളുടെ മോള് കൊണ്ടുവന്ന് തന്നു. ഇന്നലെ കഞ്ഞിയായിരുന്നു വൈകിട്ട്. രാത്രി അത് പെമ്പിള്ളേർ തന്നെ വെച്ചതാ. നമ്മുടെ പെമ്പിള്ളേർ തന്നെ വെച്ചതാ. ഇന്നലെ ഇല്ല, കറണ്ട് ഉണ്ടായിരുന്നു, കുറച്ച് സമയം പോയി, പിന്നെ വന്നു. അങ്ങനെ 2 മണിയായി ഒന്ന് കണ്ണടച്ചപ്പോഴത്തെ. എല്ലാം കിടന്ന് ചുമയും കൂർക്കം വലിയും വർത്തമാനവും എന്ത് വല്ലതും ആട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര കഷ്ടം പിടിച്ച് എല്ലാ വർഷവും ഈ ദുരിതം. അയ്യോ, ആരും ഇല്ലാത്തവരൊക്കെ എന്തോ ചെയ്യൂ? അനാഥകളായ ഞങ്ങള് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവരായ അവരുടെ കുടുംബജീവിതമായി, അവരുടെ മക്കളായി. മക്കളെ നോക്കാൻ അവർക്കൊക്കെ പിന്നെ വരും പോകും. ഇങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ നമുക്കൊന്ന്, എൻ്റെ മോക്കും പഞ്ചായത്ത് ജോലിയാണ്. അപ്പോൾ എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനൊക്കെ ഇത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതാ ഞാൻ അവരോട് പറഞ്ഞത് വേണ്ട പറയണ്ട. കേട്ടല്ലോ അമ്മച്ചി എന്താണ് പറഞ്ഞതെന്ന്. റിപ്പോർട്ടർ എന്താണോ ചോദിച്ചത് അതിന് മറുപടിയാണ് അമ്മച്ചി അവിടെ കൊടുത്തത്. അല്ലാതെ ഏതാണ് മറ്റേ ചോദ്യത്തിന് മകൾ എന്നെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്